സർ, സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധി വന്നിട്ടുണ്ട്. സത്യത്തിൽ സുപ്രീം കോടതി പൊളിച്ചടുക്കി എന്ന് തന്നെ പറയണം ഈ ഒരു കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ സുപ്രീം കോടതി പൊളിച്ചടുക്കി എന്നാണോ? സുപ്രീം കോടതി ആ ഒരു ഉത്തരവ് പൊളിച്ചടുക്കിയതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അത് അത്യാവശ്യം കൂടിയാണ്. കാരണം ചില ആളുകളുടെയൊക്കെ കുങ്കൊന്ന് കുറയ്ക്കാനും അല്ലെങ്കിൽ അഹങ്കാരവും എന്താ പറയുക ഈ നമ്മൾ ഈ രാഷ്ട്രീയമല്ല സാർ, ഈ പ്രതികാര മനോഭാവമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഈ നല്ലതാ. അതായത് സുപ്രീം കോടതി പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതി ഇനി നിലനിൽക്കില്ല. കാരണം വിവാഹം കഴിച്ച ഒരാള് ഇപ്പൊ സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചു, പിന്നെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക? അതിന് കോടതി പറയുന്ന നിർണായകമായ കാര്യം 1955 ഹിന്ദു വിവാഹ ആക്ട് പ്രകാരം 5 വകുപ്പിലെ 1 ഉപവകുപ്പ് പ്രകാരം ഒരു വിവാഹിതയായ സ്ത്രീ ആ വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരു പുരുഷനുമായി മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കില്ല. കാരണം ആ ആദ്യത്തെ വിവാഹം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് വീണ്ടും വിവാഹം കഴിക്കാൻ പറ്റുന്നത്? ഒന്നുകിൽ അത് അവസാനിപ്പിക്കണം, ആദ്യത്തെ വിവാഹബന്ധം, അല്ലെങ്കിൽ അത് നിയമപരമായി വേർപെടുത്തണം. ഒന്നുകിലല്ല, നിയമപരമായി ഒരു വിവാഹബന്ധം വേർപെടുത്തിയാൽ മാത്രമേ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് അടുത്തൊരാളെ ഒരു സ്ത്രീക്ക് വിവാഹം കഴിക്കാൻ പറ്റൂ. പക്ഷെ ഇപ്പോ വിവാഹം കഴിച്ച സ്ത്രീയെ ഒരു പുരുഷൻ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അതിനെ വിവാഹം കഴിച്ച സ്ത്രീ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇനി അവരുടെ സമ്മതത്തോടെ അല്ലാത്തത് ചിലപ്പോൾ ഭർത്താവല്ലാത്ത ഒരാളുമായിട്ട് അവർ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണല്ലോ കേസ്. അപ്പൊ ഈ ബന്ധത്തിൽ ഏർപ്പെട്ട ആള് പറയുകയാണ് എന്നെ വിവാഹം കഴിക്കണം നിന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ഇനി പരാതി നൽകാൻ കഴിയില്ല. അയാൾ എന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കേസിന് നിലനിൽക്കില്ല. രണ്ടുപേരും തുല്യ കുറ്റവാളികളാണ്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഇവരിങ്ങനെ ചെയ്തുകൂടായിരുന്നു, ജാരബന്ധത്തിൽ ഏർപ്പെട്ടുകൂടായിരുന്നു, ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുകൂടായിരുന്നു. അവിടെ അവർ തെറ്റ് കാണിച്ചു. ഇയാൾ വാക്കാൽ പറഞ്ഞതേ ഉള്ളൂ, ഈ സ്ത്രീ ബന്ധത്തിലും ഏർപ്പെട്ടു. അപ്പോൾ രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ്. സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും തെറ്റ് തന്നെയാണ്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണിത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇതുവരെ യൂണിഫോം സിവിൽ കോഡ് ആയിട്ടില്ല. പക്ഷേ സുപ്രീം കോടതി തന്നെ ഇതിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അതിങ്ങനെയാണ്, അതായത് പരസ്പര സമ്മതപ്രകാരം, അതായത് ഉഭയ സമ്മതപ്രകാരം സ്ത്രീയും പുരുഷനും ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് കുറ്റമല്ല. അതിന് കോടതിക്ക് ഇടപെടാൻ പറ്റുകയില്ല. ഈ ഒരു വകുപ്പ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തത് ശരി. കോടതിയുടെ ആ വിധി അനുസരിച്ച് ആ കീഴ്വഴക്കം പരിശോധിക്കുമ്പോഴും ആ ഒരു വ്യാഖ്യാനം പരിശോധിക്കുമ്പോഴും അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഹിന്ദു മാരേജ് ആക്ട് അവിടെ നിൽക്കട്ടെ. നമ്മുടെ രാജ്യത്ത് വേണ്ടത് യൂണിഫോം സിവിൽ കോഡാണ് എന്നുള്ളതാണ് കോടതികൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പക്ഷേ സാധ്യമാകാത്തതിൻ്റെ കാരണം പ്രതിപക്ഷ കക്ഷികളുടെ ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ്. ന്യൂനപക്ഷമെന്ന് പറയുന്ന ഭൂരിപക്ഷങ്ങളുടെ വോട്ട് അവർക്ക് വേണം, വോട്ട് ബാങ്ക് വേണം. അതിനുവേണ്ടി അങ്ങനൊരു നിയമം വന്നാൽ അവർക്ക് അസൗകര്യമുണ്ടാകും, അവരുടെ മതത്തിലെ അനീതികളൊക്കെ ഇല്ലാതാക്കേണ്ടി വരും എന്ന അസൗകര്യം ഉള്ളതുകൊണ്ട് അവരുടെ പക്ഷം പിടിച്ചുകൊണ്ട് യൂണിഫോം വേണ്ട, ഓരോരുത്തരും അവരുടെ മതത്തിൻ്റെ ഫോളോ ചെയ്യട്ടെ എന്നാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരവസ്ഥയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാവുന്ന ഒരു പുരുഷൻ പറഞ്ഞു, അതുകൊണ്ട് ഞാനങ്ങ് വിശ്വസിച്ചു ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് നൂലിര കീറി പരിശോധിക്കുമ്പോൾ ഈ ഒരു പ്രമേയം, ഈ ഒരു വിഷയം ആണ് മിക്കവാറും നമ്മൾ വായിച്ചിട്ടുള്ള എല്ലാ പൈങ്കിളി നോവലുകളുടെയും വിഷയം ഇത് തന്നെയായിരുന്നു. വിവാഹ വാഗ്ദാനം കൊടുത്തു, അവസാനം വിവാഹം കഴിക്കാതെ അവിടെ കണ്ണുനീര്. ഇന്നത്തെ കണ്ണുനീർ പരമ്പരകളിലും മെഗാ സീരിയലുകളിലും എല്ലാം നമ്മൾ കാണുന്ന വിഷയമാണ്. ഇത് തുടങ്ങിയത് നമ്മുടെ മുട്ടത്ത് വർക്കിയുടെ കാലം മുതൽ, അതുപോലെ തന്നെ തോമസ് ഹാർഡിയുടെ ടെസ് ഓഫ് ദി ഡർബർ വിൽസ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ നോവലിലുൾപ്പെടെ ഇത് തന്നെയാണ് പ്രമേയം. വാഗ്ദാനം കൊടുക്കുന്നു, ബന്ധത്തിലേർപ്പെടുന്നു, അതിനുശേഷം കല്യാണം കഴിക്കണമെന്ന് വയറും വീർപ്പിച്ചുകൊണ്ട് ചെന്ന് കഴിയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അതെ ശാകുന്തളത്തിലും അത് തന്നെയല്ലേ പ്രമേയം. ദുഷ്യന്തൻ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. ഗാന്ധർവ വിധിയായി ശകുന്തള വിവാഹം കഴിച്ചു. അവര് പിന്നെ ഗർഭിണിയാവുന്നു. അതിനുശേഷം കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഇത് ഏതായി പെണ്ണ് എനിക്കറിയില്ല, ഇങ്ങനെ പറ്റിക്കാൻ വന്നു. അത് മോതിരം കളഞ്ഞു പോയി എന്ന് പറയുന്ന കാളിദാസൻ കൗശലപൂർവ്വം രാജഭരണത്തെ അപകീർത്തിപ്പെടുത്താതിരുന്ന ചെയ്തൊരു കൗശലമാണെന്ന് പറയുന്നവരുണ്ട്.
ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ധാരാളം അത് മോതിരം കളഞ്ഞു ആണോ? കണ്ട സാക്ഷിയുണ്ട് അല്ലേ? ഓക്കെ, ശരി, ഞാൻ സമ്മതിക്കുന്നു. പറഞ്ഞ സ്ഥിതിക്ക് സത്യമായിരിക്കും. സത്യമായിക്കോട്ടെ. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുരുഷന് കാര്യസാധ്യത്തിന് വേണ്ടി വിവാഹം കഴിക്കാമെന്ന് അപ്പം പറയും. പക്ഷേ ഇവിടെ കയ്യിലുള്ള എല്ലാ മോതിരം കളഞ്ഞു പോയി കാണും. എല്ലാ മോതിരങ്ങളും ആദ്യം അഭിജ്ഞാന ശാകുന്തളം, അഭിജ്ഞാനം, അടയാള മോതിരങ്ങൾ പ്രഭാസ തീർത്ഥത്തിൽ വീണുപോയി കാണും. ഇതെല്ലാം അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തുമായിക്കോട്ടെ, നമ്മുടെ വിഷയം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് വേറൊരു മേൽക്കൈ നേടിക്കൊടുക്കുക. പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക, മേൽക്കൈ നേടിക്കൊടുക്കുന്നതാ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ രാഹുലിനെ എല്ലാവരും ശാപവാക്കുകൾ ചൊരിയാനും പ്രധാനപ്പെട്ട കാരണം വിവാഹിതയായ സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ആ കേസ് നിലനിൽക്കില്ല. പിന്നെ വേറെ 2 കേസ് നിലനിൽക്കും. അതായത് ഗർഭം അലസിപ്പിക്കണം അല്ലെങ്കിൽ തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞത് നിലനിൽക്കുക തന്നെ ചെയ്യും ആ കേസിൽ. പക്ഷെ അദ്ദേഹം പറയുന്നത് വാദം ഉയർത്തിയത് ഇതെല്ലാം പൊളിയാണ്, ഈ ഓഡിയോ എന്ന് പറയുന്നത് കൃത്രിമരേഖകളാണ്, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ളതല്ല. വിവാഹിതയാകാമെന്ന് പറഞ്ഞ് ഈ പരാതി പറഞ്ഞ സ്ത്രീ തന്നെ ഇതിനു ശേഷവും നീ പാലക്കാട്ട് ജയിക്കണം, ഞാൻ പ്രചാരണത്തിന് വരാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. അതുപോലെ നിലമ്പൂരിൽ ഇതിലൊരാൾ തന്നെക്കുറിച്ച് അപകീർത്തികരമായി പറയുന്ന മറ്റൊരാൾ നിലമ്പൂരിൽ തൻ്റെ പ്രചാരണത്തിന് സഹായിക്കാനായിട്ട് വന്നിരുന്നു, തന്നോടൊപ്പം നിൽക്കാനായിട്ട് വന്നിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഏത് വിശ്വസിക്കും, ഏത് വിശ്വസിക്കാതിരിക്കും, ആകെ കൺഫ്യൂഷൻ. അത് പോട്ടെ, അതിലേക്ക് പോകുന്നില്ല. നമ്മളിവിടെ വേണ്ടത് ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ ഈ പൈങ്കിളി നോവലുകളും സീരിയലുകളും വായിക്കുന്നതാണല്ലോ. അവർ പുസ്തകങ്ങൾ വേറെ വായിക്കുന്നില്ല, പോട്ടെ, നിയമവും വായിക്കണ്ട. ഇതിൽ കാണുന്നതല്ലേ അവർ ഈ സ്ത്രീകളുടെ കണ്ണുനീര് കൂടുതലും ഇങ്ങനെ കപട വാഗ്ദാനങ്ങളിൽ നിന്ന് ശ്രവിച്ചു വരുന്നതാണെന്നുള്ളത് അവർ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് കണ്ടെങ്കിൽ ഒരു പ്രായോഗിക ജ്ഞാനം ഉണ്ടാവണ്ടേ? പുരുഷൻ ഈ കാപട്യമുണ്ട്. കാരണം അവനുള്ളത് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോണിനും മറ്റൊരു പുരുഷ ഹോർമോൺ എന്ന് പറയും. ആ പുരുഷ ഹോർമോണും കൂടെ ചേർന്നാണ് അവൻ്റെ വികാരങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത്. സ്ത്രീ അങ്ങനെയല്ല. സ്ത്രീ അങ്ങനെ നമ്മുടെ ഫിസിയോളജിക്കലായിട്ട് സ്ത്രീ അങ്ങനെ ചഞ്ചലചിത്തയാവേണ്ട ഹോർമോണുകളൊന്നും അവളുടെ ശരീരത്തിലില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നത്? ഇങ്ങനെ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ അവർക്ക് ബുദ്ധിപൂർവ്വം, ഇന്നത്തെ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണല്ലോ, അവർക്ക് ബുദ്ധിപൂർവ്വം പറയാവുന്ന 2 കാര്യങ്ങൾ. ശരി, വിവാഹം കഴിക്കാൻ തയ്യാറാണ്, ആദ്യം നമുക്ക് ഇതങ്ങ് രജിസ്റ്റർ ചെയ്യാം എന്ന് പറയണം സ്ത്രീ. വിവാഹം കഴിച്ചാൽ അപ്പം അങ്ങനെ വരുമ്പോൾ കണ്ടീഷൻ അത് അതിലേക്ക് ഞാൻ വരുന്നത്. ഡിവോഴ്സ് ചെയ്യണം ആദ്യം. ഡിവോഴ്സിൻ്റെ അതും കോടതി അനുവദിച്ചെങ്കിൽ മാത്രമേ അങ്ങനെയാണ് ബന്ധത്തിൽ ഏർപ്പെടണം, അങ്ങനെയാണ് വേണ്ടത്. ഒന്നാമത്തെ കാര്യം. ഇനി അവിവാഹിതകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും രജിസ്റ്റർ മാരേജ് ചെയ്യാം, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് തരത്തിൽ അതിന് തെളിവായിട്ട് എന്തെങ്കിലും വേണം. അത് പോട്ടെ, നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരാൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ, ഒരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ അധികാരം ആർക്കാ ഉള്ളത്? പെണ്ണിന് തന്നെ. ആ പെണ്ണ് ആ അധികാരം നിലനിർത്തണം, അവളുടെ അവകാശമാണത്. അവിടെ വന്ന് ഏതെങ്കിലും തരത്തിൽ തന്നെ ഉപദ്രവിക്കാൻ ഒരു പുരുഷനും ഈ ലോകത്ത് അവകാശമില്ല. ആ ബോധ്യം സ്ത്രീകൾക്കുണ്ടാവണം. സ്വയം കരുതൽ വേണം. അല്ലാതെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കിടക്കുന്ന കോടതി ഇതേ എനിക്കിങ്ങനെ പറ്റിയെന്ന് മാത്രമല്ല പ്രവൃത്തിയിലും കൂടെ യാഥാർത്ഥ്യമാക്കണം. അതെ. ഫ്രെയിൽറ്റി ദൈ നെയിം ഈസ് വുമൺ എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞത്. അങ്കുശം, അതിൻ്റെ അർത്ഥം മലയാളത്തിൽ കൂടെ പറയാം. അങ്കുശമില്ലാത്ത ചാബല്യമേ മണ്ണിൽ അങ്കനെ എന്ന് വിളിക്കുന്നു തന്നെയാണ്. ചാബല്യത്തിന് വിധേയനമാകാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവകാശം നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. സ്ത്രീയാണ് പിന്നെ ജീവിതത്തിൽ ഈ അപമാനഭാരം ഏൽക്കേണ്ടി വരുന്നത്, എല്ലാ ഭാരവും ഏൽക്കേണ്ടി വരുന്നത്. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സ്ത്രീയാണ്. പവിത്രമായ ജന്മമാണ് മാതൃജന്മം എന്ന് പറയുന്നത്. ആ ജന്മം നികൃഷ്ടമായി പോയിട്ട് ഈ കുട്ടികളെ ഇല്ലാതാക്കും. കുന്തിദേവിയുടെ കഥയിൽ വരെ ഉണ്ടല്ലോ. കുന്തിദേവിയുടെ കഥയിൽ അതുണ്ട്. പെട്ടിയിലൊരുക്കി. സാറ് നമുക്ക് ഇത് പോയാൽ നീണ്ടു പോകും. ഒരൊറ്റ കാര്യം നമുക്ക് അവസാനിപ്പിക്കാം. സ്ത്രീയും പുരുഷനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേർക്കും ഒരുപോലെ ശിക്ഷ നൽകണം. അല്ലാതെ പ്രതികാര മനോഭാവത്തോടെ സ്ത്രീ പുരുഷനെ ചൂണ്ടിക്കാണിച്ച് ഇനി ഇവൻ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ, അത് പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് ഭർത്താവുമായി ജീവിക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞാൽ അവിടെ സ്ത്രീയെ ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവിടെ ഒരു പുരുഷൻ അതിജീവിതനാണ്, അവളുടെ ഭർത്താവ്. അത്തരത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 നീതി പാടില്ല. ഒരു സ്ത്രീ വന്നിരുന്ന ഒരു പുരുഷൻ ലൈംഗിക വൈകൃതനാണ്, ഇവൻ പിന്നെ കോഴിയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ അന്തസ്സോടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ നേരെ മറിച്ച് ഒരു പുരുഷനാണെന്ന് പറഞ്ഞതെങ്കിൽ അവനിപ്പോൾ ജയിലിൽ കിടന്നനെ. അത്തരം നിലപാടുകൾ എടുക്കാൻ പാടില്ല. സ്ത്രീയും പുരുഷനും തുല്യർ തന്നെയാണ്. അവിടെ സ്ത്രീക്ക് കൊമ്പില്ല, പുരുഷനും കൊമ്പില്ല. സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ അവളുടെ റിപ്പബ്ലിക്കാണ്.
അവിടെ ഒരു അന്യ ആള് കേടാൻ ഒന്ന് സ്പർശിക്കാനോ പോലും മറ്റാൾക്കും അവകാശമില്ല. ഇതുപോലെ അവന്റെ ശരീരത്തിന്റെ സ്വാതന്ത്ര്യം അനുവദിക്കരുത്. അവിടെ മറ്റൊരാളിനെ അനുവദിക്കാൻ പാടില്ല. ആ അധികാരം നിലനിർത്തണം. റിപ്പബ്ലിക്കന്റെ പരമാധികാരം സ്ത്രീ നിലനിർത്തുക തന്നെ ചെയ്യണം. പിന്നെ കോടതിയിൽ പോയിട്ട് കാര്യമില്ല. അത് പക്ഷെ അല്ലാത്ത കേസുകളിലുണ്ട് ബലമായിട്ട് കൊണ്ടുപോകുന്നത്. അതിനാണ് ബലാത്സംഗം. അവിടെ കോടതി തക്കതായ ശിക്ഷ കൊടുക്കും. എന്നിട്ട് പരസ്പര സമ്മതപ്രകാരമുള്ളതിന് പരാതിയുമായിട്ട് പോകുന്നത് ഇനി വിജയിക്കാൻ പോകില്ലെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.